അല്ല ചീര ഇല കൊണ്ട് ഒരു സ്നാക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാർക്കറ്റില് പച്ചക്കറി വാങ്ങാൻ ചെന്നപ്പോ നല്ല നാടൻ ചീര, പച്ചച്ചീര കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നിയിരുന്നു. അപ്പൊ ഞാനൊരു 1/2 കിലോ പച്ചച്ചീര കൊണ്ടുവന്നിട്ട് അതിന്റെ ഇല കുറച്ച് തണ്ടൊരു സ്വല്പം ഈ ഒരു മോഡലില് ഒരേ സൈസുള്ള ഒരു ഏകദേശം ഒരു 12 പീസ് ഞാൻ, അതായത് 6 സെറ്റ്, ഒന്നിന് 2 വേണം, അങ്ങനെ ഒരു 12 പീസ് ഇല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ ഒന്നുകൂടി നല്ല ഫ്രഷ് ആയിക്കോളും. അത് ഏത് ഇലകളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ. അപ്പൊ ഞാൻ എൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. അപ്പൊ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് നമ്മുടെ കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് കടലപ്പൊടി. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, വേണമെങ്കിൽ സ്വല്പം മുളക് പൊടി വേണമെങ്കിൽ ഇടാം. അതൊരു അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത മോഡലിൽ കലക്കുക. അത് വെള്ളത്തിന്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഓരോ പൊടിക്കും അനുസരിച്ച് മാറും, കമ്പനിക്ക് കടലപ്പൊടിക്ക് അനുസരിച്ചിട്ട്. അപ്പൊ അധികം ഒരു മുങ്ങി നിൽക്കുന്ന ഒരു മോഡല്, ഒറ്റ ലൂസായി പോവുകയും ചെയ്യരുത്. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം. അതവിടെ അടച്ചു വെക്കുക ഒരു 1/2 മണിക്കൂർ. ഇതിന്റെ സമൂസ മസാലയാണ്. സമൂസ മസാലക്ക് ഞാനിഞ്ഞൊരു പൊട്ടറ്റോ ഇട്ടിട്ട് അതൊരു കട്ട്ലറ്റ് മോഡലില് മസാല ഉണ്ടാക്കണം. ഈ ഒരു പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട്, മസാല കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ നിർബന്ധമാണ്. ഇതാണ് നമ്മളുടെ ഇലകൾ. ഏകദേശം ഒരേ വലുപ്പമുള്ള ഇലകളായിരിക്കും നല്ലത്. അപ്പൊ ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇത് ബാറ്റർ റെഡിയാക്കി വെക്കുക. ഒരു പ്ലേറ്റിലേക്ക് ഒരു ഇല ആദ്യം വെച്ച് കഴിഞ്ഞ ശേഷം അത് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ ആ മസാല ഫില്ല് ചെയ്യുക. അതിൽ വലിയ ഉള്ളി, പിന്നെ ചിക്കന്, മല്ലിയില, ഗരം മസാല ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിലേക്ക് പൊട്ടറ്റോ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ അവർ പൊട്ടറ്റോ അല്ലെങ്കിൽ ഒരു ഒട്ടി നിൽക്കൂല. ഇതേപോലെ ആക്കിയിട്ട് നേരെ കമഴ്ത്തി വെക്കുക. ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മുടെ ബാറ്ററിൽ ഇത് മുക്കണം. ഇതേപോലെ വെക്കുക. ഞാനൊരു സെറ്റിൽ 2 വെച്ചിട്ട് പൊരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അധികം ബൾജ് ചെയ്ത് നിൽക്കണ്ട, സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ അത് ഏകദേശം ഒരേ വലുപ്പമുള്ള ഇലയാണ് നല്ലത്. അപ്പൊ ഇനി ജസ്റ്റ് ഇതിലൊന്ന് മുക്കുക. നല്ല ചൂടുള്ള എണ്ണ, പിന്നെ ചൂടായി കഴിഞ്ഞ ശേഷം ഇത് സാധാരണ മീഡിയം ചൂട് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയുള്ളൂ ഇതിന്റെ പരിപാടി. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. അതിന്റെ പുറം ഭാഗം മാത്രം ഒന്ന് മാവൊന്ന് വെന്താ മതി. അപ്പൊ ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അത് അങ്ങോട്ടേക്ക് മറിച്ചിടുക. ഇത് മറിച്ചിടുക. ഇത്രയുള്ളൂ, പെട്ടെന്ന് പരിപാടി കഴിയും. വലിയ ഇല അധികം പറ്റില്ല, ഈ ഒരു വലുപ്പമുള്ള ഇലയാണ് നല്ലത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കച്ചപ്പ് കൂട്ടി കഴിക്കുക, വെറുതെ കഴിക്കുക, ഫ്രഷ് പൊരിച്ചുകൊണ്ടത്തിന് കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.